കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത്. 2014-2019 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ സീറ്റിന്റെ 10% അംഗബലമില്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും. പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ എന്നിവരെയടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം രാഹുലും ഇടം പിടിക്കും. വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ മുൻപ് വന്ന പല അഭിപ്രായ സർവേകളെയും അട്ടിമറിക്കുന്ന രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് മികച്ച രീതിയിൽ മുന്നേറുവാനും ഈ തിരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നു. മാത്രമല്ല, BJPയെ ഇന്ത്യ മുന്നണി ശക്തമായ രീതിയിൽ നേരിടുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിലും രാഹുൽ തന്നെയാണ് മുൻപിൽ. കഴിഞ്ഞ 5 വർഷക്കാലത്തോളം കോൺഗ്രസിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും ഇന്ത്യ മുന്നണി രൂപീകരിക്കാനും നേതൃത്വം നൽകിയത് രാഹുൽ തന്നെ. അത്തരത്തിൽ മികച്ച നേതാവെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിനർഹൻ രാഹുൽ ഗാന്ധി തന്നെ.